ചില ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് കഴിച്ചിട്ട് പണി കിട്ടാറുണ്ട്. ആ ഒരു ഫുഡ് ഐറ്റം പിന്നെ നമുക്ക് കാണുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ ആ ഒരു പേടി ഫീൽ ചെയ്യും അല്ലേ. അങ്ങനെ എനിക്ക് വളരെ ചെറുപ്പത്തിൽ കട്ട്ലറ്റ് കഴിച്ചിട്ടൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 2 ദിവസം ഹോസ്പിറ്റലിലൊക്കെ കിടക്കേണ്ടി വന്നു. അതിനുശേഷം എനിക്ക് കട്ട്ലറ്റ് കാണുന്നതും ഉണ്ടാക്കുന്നതൊക്കെ ഒരു പേടി സ്വപ്നമാണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ പല വേർഷനും ഞാൻ ചെയ്യുമെങ്കിലും കട്ട്ലറ്റ് ഡയറക്റ്റ് ഉണ്ടാക്കാനുള്ളൊരു ധൈര്യം എനിക്കിതുവരെ വന്നിട്ടില്ല. ഈ എഗ് കബാബ് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു കട്ട്ലറ്റ് കഴിച്ച ഓർമ്മയൊക്കെയാണ് കേട്ടോ വന്നത്. പക്ഷേ അതല്ല സംഭവം കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. ഞാനിപ്പോൾ മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്, 2 എടുത്തിട്ടുള്ളൂ. പിന്നെ ഉരുളക്കിഴങ്ങും നമ്മൾ വേവിച്ച് ഒന്ന് ഉടച്ച് വെക്കുക. പിന്നെ ഇതിലേക്ക് മസാലയായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ സവാള ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുത്ത് പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ മസാലയായിട്ട് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും നന്നായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. സവാള ഒന്നും ഒരുപാട് എടുക്കരുത്. 3 ഉരുളക്കിഴങ്ങിലേക്ക് ഞാൻ ഒറ്റ സവാള എടുത്തിട്ടുള്ളൂ. കുറഞ്ഞ മസാല മതി, പക്ഷേ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് വേണം. പിന്നെ നമ്മൾ ഉന്നക്കായൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മുട്ടേൻ്റെ ഒരു പകുതിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് നമ്മൾ കോൺഫ്ലോറിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. ഇതാ ഇങ്ങനെ അങ്ങ് സെറ്റാക്കി എടുക്കുക. പിന്നെ ഇതിൻ്റെ ഷേപ്പ് ഉന്നക്കായൻ്റെ ഒരു ഷേപ്പ് വരരുത്. അറ്റം മേലെ ഭാഗം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു നമ്മൾ കബാബിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിലേക്ക് വരണം. ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തിട്ട് സോസും കൂട്ടി കഴിക്കാം കേട്ടോ.